ഇനി തിരുവനന്തപുരത്തേക്കാണ്. അവിടെ പാളയം പള്ളിക്ക് സമീപത്ത് നിന്ന് റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ പെരുന്നാൾ ഒരുക്കങ്ങൾ, ഈദ്ഗാഹുകളൊക്കെ എവിടെയാണ്, ആരെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമായും? ഗുഡ് മോർണിംഗ് ദിൽന. ചെറിയ പെരുന്നാൾ ആശംസകൾ. ഞാൻ ഉള്ളതിപ്പോൾ പാളയം ജുമാ മസ്ജിദിന് മുന്നിലാണ്. ഇപ്പോൾ തന്നെ പ്രാർത്ഥനകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രധാനമായും തിരുവനന്തപുരത്ത് ഈദ്ഗാഹ് സംഘടിപ്പിച്ചിരിക്കുന്നത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ്. 7 മണിയോടുകൂടി വലിയ ഒരു പ്രാർത്ഥനാ ചടങ്ങ് തന്നെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. വിവിധ ഗാസിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലും തെക്കൻ കേരളത്തിലും വിവിധ ഇടങ്ങളിലും ഈദ്ഗാഹ് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെയാണ് കോഴിക്കോട്ട് ഈ പിറ കാണുന്നതും അതുപോലെ തന്നെ ഈ ചെറിയ പെരുന്നാൾ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിനുശേഷം ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു വിശ്വാസികൾ എന്ന് വേണം പറയാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് വെള്ളിയാഴ്ചയും ചെറിയ പെരുന്നാളും ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച അവരുടെ ഒരു പ്രാർത്ഥനാ ദിവസം കൂടിയാണ്. ഒപ്പം ഈ ചെറിയ പെരുന്നാൾ കൂടി എത്തുമ്പോൾ അവർ വലിയ രീതിയിൽ ആത്മവിശ്വാസത്തിനാണ്. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഒക്കെ തന്നെ ഒരു നോമ്പ്, ആ നോമ്പ് 29 ദിവസത്തെ നോമ്പിന് ശേഷമുള്ള ഈ ഒരു ചെറിയ പെരുന്നാൾ ആഘോഷം വലിയ രീതിയിൽ ആഘോഷിക്കുക തന്നെയാണ്. പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ആ ഒരു ഈദ്ഗാഹിലേക്ക് അല്പസമയത്തിനകത്ത് കടക്കും. പ്രമുഖ വ്യക്തികൾ തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈദ്ഗാഹിൽ പങ്കെടുക്കും. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി ആയിരിക്കും ആ ഈദ്ഗാഹിന് നേതൃത്വം നൽകുക എന്നുള്ള വിവരമാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും വിശ്വാസികൾ ഈ ദേവാലയത്തിലേക്ക്, അതായത് ജുമാ മസ്ജിദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിൽമ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.